ഹലോ ഫ്രണ്ട്സ്, ഇന്നും നാം LCM വെച്ചുള്ള പ്രോബ്ലംസാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷനാണ്. എന്നാൽ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ ക്വസ്റ്റ്യനുമായിട്ട് ചെറിയൊരു വ്യത്യാസം വരുത്തിയുള്ള ക്വസ്റ്റ്യനാണ്. നമുക്ക് നോക്കാം. ഇവിടെയും പറഞ്ഞിരിക്കുന്നത് ലിസ്റ്റ് നമ്പറിനെയാണ്. ആ നമ്പറിനെ ഈ താഴെ പറഞ്ഞിരിക്കുന്ന നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 13, 21, 33 ഈ മൂന്ന് കേസിലും ശിഷ്ടം വ്യത്യാസമാണ്. നേരത്തെ ക്വസ്റ്റ്യനിൽ അങ്ങനെ ആയിരുന്നില്ല. നേരത്തെ നമ്മൾ ചെയ്തത് ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും ശിഷ്ടം 11 എന്നായിരുന്നു ക്വസ്റ്റ്യൻ. എന്നാൽ ഇപ്പോൾ പറയുന്നത് ഈ തന്നിരിക്കുന്ന നമ്പറിനെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 13 വരും. അതുപോലെ തന്നെ 24 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ശിഷ്ടം 21 വരും. അതുപോലെ തന്നെ 36 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ശിഷ്ടം 33 വരും. എങ്കിൽ നമ്പർ ഏത് എന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇവിടെയും ആദ്യം ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്പറുകളുടെ LCM എടുക്കുക. LCM ഓഫ് 16, 24 and 36 ഈസ് 144. ഇത് ഞാൻ നേരത്തെ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചെയ്തു നോക്കുക കറക്റ്റാണോ എന്ന്. ഇനി 144 ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അല്ല. ഇനി ഈ ക്വസ്റ്റ്യൻ്റെ വേറൊരു സ്വഭാവം നമുക്ക് നോട്ട് ചെയ്യാം. അതായത് ഈ നമ്പറിനെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം വരുന്നത് 13 ആണ്. 16 മൈനസ് 13 ഈക്വൽ ടു 3. അതുപോലെ തന്നെ ഈ നമ്പറിനെ 24 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ശിഷ്ടം വരുന്നത് 21. 24 മൈനസ് 21 ഈക്വൽ ടു 3. അതുപോലെ തന്നെ 36 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ശിഷ്ടം വരുന്നത് 33. 36 മൈനസ് 33 ഈക്വൽ ടു 3. ഈ മൂന്ന് കേസിലും ഇവയുടെ ഡിഫറൻസ് നമുക്ക് 3 ആണ് കിട്ടുന്നത്. എല്ലാ കേസിലും ഇങ്ങനെ തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഇതിൻ്റെ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ ഒരു സ്വഭാവമാണ്. ഇതിനെ ലാക്സ് എന്നാണ് പറയുന്നത്. ലാക്സ് എന്താണെന്ന് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി ചെയ്യേണ്ടത് ഈ ലാക്സിനെ ഈ നമ്പറിൽ നിന്ന് മൈനസ് ചെയ്യാവുന്നതാണ്. അതായത് 144 മൈനസ് 3 ഈക്വൽ ടു 141. ഇതായിരിക്കും ഇതിൻ്റെ ആൻസർ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം മൈനസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ഈ LCMൽ നിന്ന് ലാക്സിനെ മൈനസ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ആൻസർ കിട്ടിയത്. ഓക്കെ, ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇതേ രീതിയിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെയും നേരത്തെ പറഞ്ഞിരിക്കുന്ന പോലെ നമ്പറിനെ നമ്മൾ 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 14 ലഭിക്കും. 20 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 14 ലഭിക്കും. ലാക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 6 ആണ്. അതുപോലെ തന്നെ ഈ നമ്പറിനെ 25 കൊണ്ട് ഡിവൈഡ് ചെയ്താലും 25 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശിഷ്ടം 19 ലഭിക്കും. അപ്പോഴും ലാക്സ് 6 ആണ്.
35 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ശിഷ്ടം നമുക്ക് ലഭിക്കുന്നത് 29 അപ്പോഴും ലാക്സ് 6 ലഭിക്കുന്നു. അതുപോലെ തന്നെ 40 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ശിഷ്ടം 34 ലഭിക്കുന്നു. ശിഷ്ടം 6 ലഭിക്കുന്നു. ശിഷ്ടം വീണ്ടും 6. ഇങ്ങനെ എല്ലാ നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു നമ്പർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കോമ്പറ്റീഷൻ എക്സാമിന് ഏതെങ്കിലും ഒരു നമ്പർ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാക്സ് കിട്ടും. ആ ലാക്സ് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാവുന്നതാണ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ LCM ഓഫ് 20, 25, 35, 40. ഇതിൻ്റെ LCM എന്ന് പറഞ്ഞാൽ 1400. ഞാൻ നേരത്തെ ചെയ്ത് നോക്കിയതാണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. തെറ്റുണ്ടെങ്കിൽ പറയുക. ഈ LCMൽ നിന്ന് ഈ ലാക്സ് മൈനസ് ചെയ്യുക. തെറ്റിപ്പോകരുത്. ഇവിടെ ലാക്സ് മൈനസ് ചെയ്യുകയാണ് വേണ്ടത്. മൈനസ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുന്നു. എന്താണ് ആൻസർ? കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു.